മൂന്നാം സീറ്റ് വിഷയത്തിൽ നിലപാട് കടുപ്പിക്കാൻ മുസ്ലിം ലീഗ് സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോയിട്ടില്ലെന്നും നേരത്തെ പറഞ്ഞത് തന്നെയാണ് നിലപാടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പാണക്കാട് ചേർന്ന അടിയന്തര യോഗത്തിന് ശേഷമായിരുന്നു നേതാക്കളുടെ പ്രതികരണം. പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ തങ്ങളുടെ അധ്യക്ഷതയിലായിരുന്നു മുസ്ലിം ലീഗ് അടിയന്തര നേതൃസമിതി യോഗം ചേർന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, PMA സലാം, ET മുഹമ്മദ് ബഷീർ, അബ്ദുൾ സമദ് സമദാനി ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. മൂന്നാം സീറ്റ് വിഷയത്തിൽ ഇത്തവണ വിട്ടുവീഴ്ച വേണ്ടതില്ലെന്നായിരുന്നു യോഗത്തിന്റെ നിലപാട്. എല്ലാ നേതാക്കളും ഒരേ നിലപാടെടുത്തതോടെ മൂന്നിലുറച്ച് മുന്നോട്ടു പോകാനാണ് ലീഗിന്റെ തീരുമാനം. നേരത്തെ പറഞ്ഞത് തന്നെയാണ് നിലപാടെന്നും സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്നുമായിരുന്നു യോഗശേഷം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. മൂന്നാം സീറ്റ് വിഷയത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല, അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, യാതൊരു വ്യത്യാസവും. അത് ഇനിയിപ്പോൾ UDF യോഗം ജാഥൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോഴല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ. അല്ല, ഇനി എന്തെങ്കിലും ഉന്നയിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഉന്നയിക്കലൊക്കെ കഴിഞ്ഞില്ലേ. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് ലീഗ് പിന്മാറിയെന്ന വാർത്തകൾ പ്രചരിച്ചതോടെയാണ് ലീഗ് അടിയന്തര യോഗം ചേർന്നത്. കോൺഗ്രസുമായി ചർച്ചകൾ സജീവമാക്കാനാണ് ലീഗിന്റെ നീക്കം. 27-ന് വീണ്ടും ലീഗ് നേതൃസമിതി യോഗവും ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അധിക സീറ്റിന് വേണ്ടി ലീഗ് കടുംപിടുത്തം പിടിക്കുമ്പോഴും മൂന്നാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ രാജ്യസഭാ സീറ്റെങ്കിലും ഉറപ്പുവരുത്താനാണ് ലീഗ് ഒരുങ്ങുന്നത്. ലീഗ് നേതൃത്വത്തിനുമേൽ കീഴ്ഘടകങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും വലിയ സമ്മർദ്ദവുമുണ്ട്. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ, മലപ്പുറം.